ഗൈസ്, അപ്പോൾ ഇത്ര ടയർഡായിട്ട് ഇരിക്കുന്നതിന് കാരണം വേറെ ഒന്നുമല്ല. ഇന്ന് എൻ്റെ ഫിസിക്സ് ലാബ് എക്സാം കഴിഞ്ഞു. പ്രാക്ടിക്കൽ ലാബ് എക്സാം കഴിഞ്ഞത് 23rd ഉച്ചയ്ക്ക് ശേഷമായിരുന്നു എനിക്ക് എക്സാം ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് വേഗം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് കിട്ടിയത് +1 ഹെലിക്കൽ സ്പ്രിങ്ങും അതേപോലെ തന്നെ +2 കോൺവെക്സ് ലെൻസും ആയിരുന്നു കിട്ടിയിട്ടുണ്ടായത്. ഹെലിക്കൽ സ്പ്രിങ്ങിൽ തന്നെ എനിക്ക് അതിൻ്റെ സ്പ്രിങ് കോൺസ്റ്റൻറ്റ് ഗ്രാഫ് വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ കണ്ടുപിടിക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കോൺവെക്സ് ലെൻസിലും UV കാൽക്കുലേഷൻ മെത്തേഡിൽ മാത്രമേ എനിക്ക് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് ഈസിയാണ്. കാരണം ഒന്നിന് മാത്രമേ എനിക്ക് ഗ്രാഫ് വരക്കണ്ടു. അതിനാണെങ്കിൽ കാൽക്കുലേറ്റും ചെയ്യേണ്ട, ഇതിന് കാൽക്കുലേറ്റ് ചെയ്താലും മതി, ഗ്രാഫ് വരക്കും വേണ്ട. അതുകൊണ്ട് തന്നെ എനിക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ എനിക്ക് രണ്ടും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ചെയ്ത ഹെലിക്കൽ സ്പ്രിങ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വൈവ ചോദിച്ചത് ഹെലിക്കൽ സ്പ്രിങ് എന്നായിരുന്നു. കുറച്ചൊരു 5-6 ക്വസ്റ്റ്യൻ എനിക്ക് ഹെലിക്കൽ സ്പ്രിങ് എന്ന് എനിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കോൺവെക്സ് ലെൻസ് എന്ന് പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, വൈവ ഒന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല. മൊത്തത്തിൽ എനിക്കൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എനിക്ക് അധികം ടഫല്ലാത്ത, എനിക്ക് ഓക്കെ ആയിരുന്ന ലാബായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്, എക്സ്പീരിയൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ്, എക്സാംസ് ഒക്കെ കഴിഞ്ഞോ അതോ ഇനി എന്തെല്ലാം എക്സാമാണ് ഉള്ളത്, ഫിസിക്സ് എക്സാം കഴിഞ്ഞോ എന്നൊക്കെ കമൻറ്റിൽ പറയാം. അപ്പോൾ എല്ലാവർക്കും all the best.